ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും ചമയപ്രദർശനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗം 24-ാം തീയതി അവിടുത്തെ ചമയപ്രദർശനം ആരംഭിച്ചു. തിരുവമ്പാടിയുടേത് 25-ാം തീയതിയാണ്. 24-ാം തീയതി വരെ അവരുടെ ഔദ്യോഗിക ദുഃഖാചരണമുണ്ട്. അതിനാൽ അവിടെ 25-നാണ് ആരംഭിക്കുന്നത്. ഇത് 24-ാം തീയതി പാറമേക്കാവിലെ ക്ഷേത്രത്തിൻ്റെ ദീപ സംവിധാനം നിങ്ങളെ കാണിക്കാനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്ക് പാറമേക്കാവിൻ്റെ ചമയപ്രദർശനത്തിലേക്ക് കടക്കാം. നമ്മൾ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ചമയപ്രദർശന ഹാളിലെത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം ധാരാളം കുടകൾ അണിനിരത്തിയിട്ടുണ്ട് പാറമേക്കാവ് വിഭാഗം. അതുപോലെ സുഹൃത്തുക്കളെ, ഈ ഓഡിറ്റോറിയത്തിലെ ഒറിജിനൽ ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പഞ്ചവാദ്യത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഈ ഹോള് കേൾക്കുന്നത്. യൂട്യൂബിൻ്റെ 2026 പോളിസി അനുസരിച്ച് നമുക്ക് പഞ്ചവാദ്യം, പഞ്ചാരിമേളം തുടങ്ങിയവ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്താൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ കിട്ടുന്ന ഒരവസ്ഥയാണ്. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പശ്ചാത്തലത്തിൽ നിന്ന് പോലും അങ്ങനെ കേട്ടാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആനകൾക്ക് ഉപയോഗിക്കുന്ന ചമയങ്ങൾ, അതായത് നെറ്റിപ്പട്ടം, കോലം, വെഞ്ചാമരം, ആലവട്ടം ഇവയെല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് പാറമേക്കാവ് വിഭാഗം. പാറമേക്കാവിലമ്മയുടെ കോലമാണ് നമുക്കിപ്പം കാണുന്നത്. ഇപ്രാവശ്യം വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയതിനാൽ സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടായിരുന്നില്ല. ആ സമയം കൂടുതലും ആൾക്കാർ ചമയപ്രദർശനം കാണാനും മറ്റ് എക്സിബിഷൻ, പൂരം എക്സിബിഷൻ കാണാനുമൊക്കെയാണ് സമയം കണ്ടെത്തിയത്. സാധാരണ 7:30-8 മണി ഒക്കെ സാമ്പിൾ വെടിക്കെട്ട് ഉള്ള ദിവസം 7:30-8 മണിയൊക്കെ ആകുമ്പോൾ റോഡും നമ്മുടെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയും പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം വളരെ തിരക്കുള്ള ഇതായിരുന്നു. ഈ പ്രാവശ്യം നന്നേ തിരക്ക് കുറഞ്ഞ ഒരു ഇതായിരുന്നു. അതുപോലെ കച്ചവടക്കാർക്കൊക്കെ ആയാലും കച്ചവടം തീരെ മോശമായ അവസ്ഥയായിരുന്നു. ആനകൾക്ക് അണിയിക്കുന്ന കച്ചക്കയറ്, കഴുത്തുമണി, വള്ളമണി, കാലിലണിയിക്കുന്ന കൊലുസ് തുടങ്ങിയ ചമയങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എല്ലാം ഒരേ കളറിലുള്ള ചമയങ്ങളാണ്. 15 ആനകൾക്കും ഒരേ കളറിലുള്ള ചമയങ്ങളാണ് പാറമേക്കാവ് വിഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തതായി വിവിധ വർണ്ണങ്ങളിലുള്ള കുടകൾ നിവർത്തി വച്ചിരിക്കുന്നതാണ് കാണുന്നത്. ദേവന്മാരുടെ രൂപങ്ങൾ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കുടമാറ്റത്തിന് ഈ കുടകളെല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന കുടകൾ മാത്രമേ ഈ പ്രാവശ്യത്തെ കുടമാറ്റത്തിൽ ഉപയോഗിക്കുകയുള്ളൂ എന്ന് 2 ദിവസങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ കുടമാറ്റം 15 മിനിറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. കുടമാറ്റത്തിന് ആയുള്ള കുടകളായാലും മറ്റ് വെടിക്കെട്ടായാലും എല്ലാം ഒരു പൂരം കഴിഞ്ഞ് അടുത്ത പൂരത്തിനേക്ക് മാസങ്ങൾക്ക് മുമ്പേ ഉള്ള തയ്യാറെടുപ്പാണ്. ഇതെല്ലാം മാസങ്ങൾക്ക് മുമ്പേ ഓരോ കലാകാരന്മാരുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള കുടകളെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ആകസ്മികമായി ഉണ്ടായിരിക്കുന്ന അപകടം കാരണം ഇതൊന്നും പൂരത്തിൽ കാണാൻ നമുക്ക് സാധിക്കില്ല. ശിവൻ, ഗണപതി
കഥകളി രൂപങ്ങളെ ദേവി അങ്ങനെയുള്ള പല രൂപങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശ്രീരാമൻ, ഹനുമാൻ, അങ്ങനെ പല രൂപത്തിലുള്ള കുടകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കൊണ്ട് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനത്തിലേക്ക് പോകാം. കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം നടന്നത്. 25-ാം തീയതി രാവിലെ 10 തൊട്ട് മാത്രമാണ് ഇവിടെ ചമയ പ്രദർശനം ആരംഭിച്ചത്. ചമയ പ്രദർശന ഹാളിലേക്ക് കയറി വരുമ്പോൾ തിരുവമ്പാടി ശിവസുന്ദരൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ആനകൾക്കുള്ള കച്ചക്കയറ്, പള്ളമണി അങ്ങനെയുള്ള ചമയങ്ങളാണ്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ചമയത്തെ അപേക്ഷിച്ച് ഇതിന് വ്യത്യസ്തതയുണ്ട്. എല്ലാ ആനകൾക്കും ഒരേ കളറിലുള്ളതല്ല. തടമ്പാനയ്ക്കൊക്കെ വ്യത്യസ്തതയുള്ള കളറാണ്. തിരുവമ്പാടി വിഭാഗവും വിവിധ ഇനം വർണ്ണക്കുടകൾ ഇവിടെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിവർത്തി വെച്ചിരിക്കുന്ന 2 ലെയറും അതുപോലെ മടക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ് ഇവിടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുടകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആന ചമയങ്ങളാണിത്. അതായത് നെറ്റിപ്പട്ടം, കോലം, വെഞ്ചാമരം, ആലവട്ടം തുടങ്ങിയ ചമയങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു മുന്നിലും ആനകൾക്കുള്ള കച്ചക്കയറ്, പള്ളമണി അങ്ങനെയുള്ള ഐറ്റംസും വെച്ചിട്ടുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയങ്ങൾ നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, കുടയെല്ലാം അത് ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ലൈറ്റിംഗ് സംവിധാനമായാലും നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണന് മയിൽപ്പീലിയൊക്കെ ചാർത്തി, തിരുവമ്പാടി കണ്ണന് മയിൽപ്പീലിയൊക്കെ ചാർത്തി നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നെറ്റിപ്പട്ടവും ആലവട്ടവും കുടയും എല്ലാം ഒരേ ലെവലിൽ തന്നെ അടുക്കി ക്രമീകരിച്ചിട്ടുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുടകളാണ് ഇതെല്ലാം. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനത്തിൻ്റെ ദൈർഘ്യം കുറച്ചതിനാൽ വളരെ തിരക്കാണ് അനുഭവപ്പെട്ടത്. 25-ാം തീയതി രാവിലെ 10 മുതലാണ് ഇവിടുത്തെ ചമയ പ്രദർശനം ആരംഭിച്ചത്. 24-ാം തീയതി വരെ ദുഃഖാചരണമായിരുന്നു. രാവിലെ 10-ന് വന്നവർക്കൊക്കെ സാമാന്യം തിരക്കില്ലാതെ പോകാൻ പറ്റി. ഞാൻ കറക്റ്റ് 10 മണിയായപ്പോൾ ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് അത് വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നവർക്കൊക്കെ ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടു. വളരെ വ്യത്യസ്തതയാർന്ന നിരവധി കുടകൾ തിരുവമ്പാടി വിഭാഗവും കരുതിയിരുന്നു. ചമയ പ്രദർശനത്തിൽ അവർ കുറവ് ഒന്നും വരുത്താതെ നല്ല രീതിയിൽ കുടകളെല്ലാം തയ്യാറാക്കിയിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനത്തിന് സാധാരണ ഉപയോഗിക്കുന്ന കുടകളോടൊപ്പം തന്നെ മറ്റ് രൂപങ്ങളിലുള്ള കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന കുടകളും പ്രദർശിപ്പിച്ചിരുന്നു. അതായത് ഹനുമാന്, സുബ്രഹ്മണ്യന് അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവയൊന്നും കുടമാറ്റത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ല. കാരണം 15 മിനിറ്റ് കുടമാറ്റമുള്ളൂ. അന്നേരം പരമ്പരാഗതമുള്ള കുടകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അന്നേരം ഇതൊക്കെ പ്രദർശിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഈ പ്രാവശ്യത്തെ കുടമാറ്റത്തിന് ഇതുപയൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഹനുമാനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്.
ദേവിയുണ്ട്. ശിവനുണ്ട്. പിന്നെ ശ്രീകൃഷ്ണനുണ്ട്. പിന്നെ ആറന്മുള കണ്ണാടിയും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനത്തിനകത്തുണ്ടായിരുന്നു. ആറന്മുള കണ്ണാടി ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഞാൻ കാണുന്നത്. എന്നാൽ ഈ രൂപങ്ങളൊന്നും കുടമാറ്റത്തിൽ കാണുകയില്ല. സാധാരണ കുടകൾ മാത്രമേ കാണുകയുള്ളൂ എന്നാണ് അറിവ്. 15 മിനിറ്റേ കുടമാറ്റമുള്ളൂ. ഇതോടുകൂടി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇറങ്ങി വരുമ്പോൾ പൂരനായകൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും.